ഹലോ ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ഒന്നുമില്ല, ഇപ്പോൾ ഈ മോളിവുഡ് ടൈംസിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ആഫ്റ്റർ റിലീസ് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ടീം എല്ലാവരും. അപ്പോൾ അതിൻ്റെ സന്തോഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് വന്നത്. എനിക്കറിയില്ല എൻ്റെ കണക്ഷൻ എത്രത്തോളം സ്റ്റേബിളാണെന്ന്. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒത്തിരി ഹാപ്പിയാണ് ഈ മൊമെന്റിൽ. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒത്തിരി പേര് സിനിമ കണ്ട് നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ സിനിമ കാണുക. എൻ്റെ കൂടെ ഈ സമയത്ത് കൂടെയുള്ള കുറച്ച് പേര് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെയും കൂടി ആഡ് ചെയ്യാം. എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ ഇതിൻ്റെ എങ്ങനെയാ ലൈവ്. എൻ്റെ ഫസ്റ്റ് ഒരു ലൈവാണ് ഇത്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ക്ഷമിക്കുക. ഹലോ ഹലോ കാണുന്നുണ്ടോ? ഹലോ ഹലോ. ഇത് കറക്റ്റ് തന്നെ ആണല്ലോ അല്ലേ ഞാൻ ഇത് ചെയ്യുന്നത് ലൈവ്? പേടിക്കണ്ട, ഇവിടെ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ട്. ആ ഓ ആ ഓ അപ്പൊ കറക്റ്റ് തന്നെ. പകലല്ല, ഞാനിതിപ്പോ ട്രാവൽ ചെയ്യുന്നോണ്ട് ഒരു ലൈറ്റ് സോഴ്സ് നീയല്ല, അവിടെ. അഭിച്ചേട്ടൻ. ഞാനിവിടെ ദുബായിലാടാ. ചേട്ടൻ ദുബായിലാണല്ലോ. ആണോ? ഇവിടെ വെയിലാടാ. യെസ്. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു, നമ്മളുടെ ഈ മോളിവുഡ് ടൈംസിന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ റിസൾട്ടിന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് പോയേക്കുന്നത്. അപ്പൊ അതിന്റെ പറയൂ ഡയറക്ടർ സർ പ്ലീസ്. എന്താ പറയാ, വിനീതേട്ടനാണ് നമ്മുടെ ബേസിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അവിടെ ബേസിൽ 2 മണിക്കൂറുണ്ട്. എവിടാ ലൈവ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. അല്ല, ഞാനിത് ആഡ് ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല. ആണല്ലേ? 4 പേർക്ക് പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. അല്ല ഒരിക്കലല്ല. ഞാൻ പൊക്കോളാം. എല്ലാവരോടും ചോദിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താണ് സംസാരിക്കാനുള്ളത്, എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ ആൾക്കാരോട്. ഇപ്പൊ അത് ലൈവിലുണ്ട് ഒത്തിരി പേര്. സച്ചിൻ, അമൽ ഡേവിസ്. ഞാനൊന്നും പറയുന്നില്ല. അമൽ ഡേവിസ് പറയൂ. വളരെ സുഹൃത്തുക്കളായിരുന്നു ഞങ്ങളെ. ഇങ്ങനെയൊക്കെ മാറ്റിട്ട് അമൽ ഡേവിസ് പറയുന്നു. ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ? പിന്നെ അതെ. അല്ല, ആക്ച്വലി എനിക്കും ഭയങ്കര നല്ല റെസ്പോൺസസ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കോമ്പിനേഷനും ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി രണ്ടാമത് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യണമെന്നുള്ളത്. അപ്പൊ ആളുകളും അത് തന്നെ റിസീവ് ആയി എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷം. ആൾക്കാര് എല്ലാരും വിളിച്ചിട്ട് മാക്സിമം എന്നെ വെറുക്കുന്നുണ്ട്. നമ്മുടെ സൗണ്ട് ഡിസൈനർ വിഷ്ണു പറയായിരുന്നു, ഇവനെ കാണുമ്പോ തന്നെ തോന്നുന്നു. ഇത്രയും നാള് ഫ്രെയിമില് വരുമ്പോ പാവം ചക്കൻ എന്ന് പറഞ്ഞോണ്ടിരുന്നു. എന്റെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു സംഗീതത്തിനോട് ദേഷ്യം തോന്നിയെന്ന് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോ. എന്റെ അമ്മയ്ക്ക് തോന്നിയടാ. എന്റെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യവും നിന്നോട് സ്നേഹമൊന്നും നീ കരഞ്ഞപ്പോ. സംഗീതിന്റെ അമ്മയ്ക്ക് സ്വന്തം മോനോട് ദേഷ്യം തോന്നിയത്. അതൊക്കെ കേട്ടപ്പോ ഓക്കേ. ഇവര് കേറുന്നില്ലേ? അവര് ഇൻവൈറ്റ് ചെയ്തിട്ട് അവര് കേറുന്നില്ല. ആണോ? വിളിക്കട്ടെ. അവര് ചിലപ്പോ എങ്ങാനും കുറച്ചു മുന്നേ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. സർ, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഞാൻ ആദ്യം വിളിച്ചോട്ടെ.
സംഗീതട്ടാ പറയ ആൾക്കാരോട് എന്തെങ്കിലും പറയാ, രണ്ട് അല്ലെങ്കിൽ വാക്ക് അവര് വെറുതെ വന്നിരുന്നിട്ട് ഇവന്മാര് ഞാനാണെങ്കിൽ വീഡിയോ പുതിയ കോൾ ചെയ്ത് കാണാനോട് ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുക ലൈവ്. അതല്ലേ. ആ വിനീതേട്ടാ നമ്മള് ലൈവിലുണ്ട്. ആ, 5 മിനിറ്റ്. ഓക്കെ. കേരളത്തിൽ വിടല്ലേ. ആ വിനീതേട്ട കുളിക്കാൻ കയറി. നസ്റ്റിന് എനിക്ക് സമയം ഉണ്ടല്ലേ. വിനീതേട്ടന്റെ കുളി 10,000 പേരെ കണ്ടു. ലൈവില ഓക്കെ. ഞാൻ അപ്പൊ ബേസിലിനെ വിളിക്കട്ടെ. ബേസിൽ സാർ, ബേസിലും കുളിക്കാൻ കയറിയോ? എല്ലാവരോട് എന്താ എന്താണ് അഭിനവ് ഹലോ അയച്ചിട്ടുണ്ട്. അഡ്വൈസ് someone who want to ആടാ നമ്മള് ലൈവിലുണ്ട്. സിനിമ സൂപ്പർ ആയിരുന്നു. സിനിമ സൂപ്പർ ആയിരുന്നു. ഒത്തിരി പേര് പറയുന്നുണ്ട് മഴ ഉണ്ടോ അങ്ങോട്ട്. മഴയൊക്കെ ഉണ്ടായിട്ടും ഒത്തിരി പേര് സിനിമ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അതുണ്ടോ? ആക്ച്വലി അത് ഞങ്ങളുടെ ഇവിടെ താങ്ക് യു. തൊട്ടടുത്ത് തിയേറ്റർ ഉണ്ട്. അപ്പൊ അവരും ഭയങ്കര സർപ്രൈസിംഗ്ലി പറഞ്ഞ ഇത്രയും മഴ ഉണ്ടായിട്ടും ഭയങ്കര കളക്ഷനും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലി ആണെങ്കിലും അത് ഭയങ്കര പോസിറ്റീവ്ലി അവര് പറഞ്ഞു. അതായത് തീർച്ചയായിട്ടും തിയേറ്ററുകാരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം പറയാം. അപ്പൊ അവര് പറഞ്ഞു മഴയാണ് ആയതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായി, പക്ഷെ അത് ഭയങ്കര നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ഓഡിയൻസിനോട് വലിയൊരു നന്ദി. താങ്ക് യു. ഈ മഴയത്തും അതെ. ഞങ്ങളുടെ സിനിമ കാണാൻ വരുന്നതിലും. ഇവന്റെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞല്ലോ കാർമേഘം മാറുന്നോ ഒരു മാസടിക്കണ്ടായില്ല. അത് ആ മൊമെന്റിൽ എന്തൊക്കെയോ ഞാൻ വേർത്തൊക്കെയോ മാനം തെളിയുമോ പറയേണ്ടത്. എത്ര പേര് ലൈവിൽ ആഡ് ചെയ്യാൻ പറ്റും? 4 ഇനിയിപ്പോ നമ്പർ കൂടിയുണ്ടോന്ന് അറിയില്ല. 4 ഞാൻ എക്സിറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ 4 പേരും ഒന്ന് എനിക്കാണ് ഈ കമന്റ്സ് ഒക്കെ അപ്ഡേറ്റ് ആണല്ലോ. 4 പേരാന്ന് തോന്നുന്നു ഒരു ലൈവില്. ഈ മോഡറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് മോഡറേറ്റർ നീയാ എല്ലായിടത്തും മെയിൻ ആവണോ അല്ലേ? അല്ല, എനിക്ക് അത് ഇത് വലിയ പിടിയില്ല എനിക്ക്. ബേസിലൊന്നും ട്രൈ ചെയ്ത് ഇൻവൈറ്റിംഗ് അല്ലേ കിടക്കണത്? അതിലെന്താ വേറെ ആർക്കെങ്കിലും റിക്വസ്റ്റ് നിങ്ങക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ലല്ലോ. നിനക്ക് നല്ലൊരാളെ തന്നെ ഏൽപ്പിച്ചത്. മോഡറേറ്ററൊക്കെ അത് അതില് എവിടെയും കാണുന്നില്ല. എനിക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇല്ല നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. വിളിച്ച ആൾക്ക് ഇത് പിന്നെ നിങ്ങള് മറ്റേ സ്പോയിലേഴ്സ് കൊടുക്കാതിരുന്നാ മതി കേട്ടോ. നിങ്ങള് മറ്റേ എല്ലാം കുറച്ചൊന്നും എല്ലാരും കണ്ടിട്ടുണ്ടാവല്ലോ. ഓഡിയൻസ് പടം കുറെ പേര് കണ്ടിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ തന്നെ സംസാരിക്കാം. ക്യാരക്ടേഴ്സിനെ കുറിച്ച് അങ്ങനെ ഇപ്പം ഭയങ്കര അല്ലേ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറെ പേര് കണ്ടു. ബീസ്ലെറ്റിനെ പറ്റുന്നില്ല, ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സംസാരം തുടർന്നോ, എന്നിട്ട് ഇടയിൽ അവര് ചിലപ്പോ തനിയെ ജോയിനായി വരും. നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് വന്നല്ലോ. ഞാൻ എക്സിറ്റ് ആവണോ? ഇനിയിപ്പോ കൂടുതലായോ ആള്? ബാലി ട്രിപ്പ് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി എവിടെയത്? വീടാമോ? ചേട്ടാ കണ്ടായിരുന്നോ? പടം കണ്ടായിരുന്നോ? ഞാൻ പടം കണ്ടു. ഇന്നലെ രാത്രി പോയി കണ്ടു. കണ്ട പാടെ തന്നെ ഫസ്റ്റ് ആദ്യം പോയി കണ്ടത്. എനിക്ക് പടം കണ്ടിട്ട് പുള്ളി 4 മിനിറ്റിന് ഒരു വോയിസ് നോട്ട് അയച്ചു തന്നു. 4 മിനിറ്റ് ഡീറ്റെയിൽ റിവ്യൂ. വേറെ ആർക്കും നമ്മൾ സംസാരിക്കുന്നത് നാട്ടുകാർക്കൊക്കെ കാണാൻ പറ്റില്ലേ? അത് കുഴപ്പമില്ല. ഞാൻ നമ്മളേതാണ്ട് വീഡിയോ കോൾ ചെയ്ത പോലത്തെ ഒരു മൂഡിലിരിക്കുക. അത് മതി. മറ്റേ ഗണേഷ് ഇല്ലേ, ഗണേഷ് 17 മിനിറ്റിന്റെ വോയിസ് നോട്ട് പടം കണ്ടു. 17 മിനിറ്റ് ഡീറ്റെയിൽ. ഞാൻ ഫുള്ള് കേട്ടില്ല, 1 മിനിറ്റിൽ നിർത്തി. ബാക്കി ഞാൻ അവനെ വിളിച്ചിട്ട് സംസാരിക്കാൻ പോവാ. നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്, വെറുതെ വോയിസ് നോട്ട് കേട്ട്. വിനീതേട്ടനില്ലേ? ഇല്ല, ഞാൻ വിനീതേട്ടൻ ആഡ് ആവുമ്പോ പറയാം. പറ്റൂ, ഇനി ആഡ് ചെയ്യാൻ നോക്കിയേ. 4 പേരൊക്കെ പറ്റും.
4 പേരുടെ ലിമിറ്റ് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഉണ്ടോ? എനിക്ക് അതാ വിനീതേട്ടന്റെ ചോദിക്കാൻ. ഐഡിയ ഏതായിരുന്നു? ഉണ്ട്. വിനീത് 84 അല്ലേ? അതല്ലേ? അങ്ങനെ എന്തോ ആ, 4 പേരുടെ ലിമിറ്റ് അയച്ചിട്ടുണ്ട്. ഉണ്ട്. ഉണ്ടോ? എന്നാ വിടാം. എന്നാ ഞാൻ വിടാം. അയച്ചിട്ടുണ്ട്. നിങ്ങൾ 4 അല്ലല്ല പേരും ഇപ്പൊ പിടിക്കും. പോലെ വിനീതന്മാര് അ- ആറാകുമ്പോ അങ്ങനെ പോലെ നീ പോയി പിന്നെ ആ ഒറ്റയടിക്ക് ഞാൻ ഖത്തറിൽ നിൽക്കുന്നിടത്തല്ലേ നല്ലൊരു വിനീതേട്ടൻ വരുന്ന. ഒത്തിരി അത് പേര് കുറച്ച് മെസ്സേജ് എന്റർടൈൻമെന്റ്. അയക്കുന്നുണ്ട് കേട്ടോ. എന്താണ്? ഇത് ചേട്ടന് ബേസിലേട്ടന് ഇത് പരിചയം ഉണ്ടാവുമല്ലോ ഇതിന്റെ ലൈവിന്റെ പരിപാടികൾ അല്ലേ? എനിക്ക് എടാ എനിക്ക് ഞാൻ എന്റെ ആദ്യത്തെ ലൈവ് ഇത്. ഇല്ലടാ, ഞാൻ അങ്ങനെ ലൈവ് പോവാറില്ല. ആ, ഞാൻ ബാക്കി ഇന്റർവ്യൂ ഒക്കെ ലൈവ് ആയതുകൊണ്ട് ലൈവ് എല്ലാവരുടെയും സംസാരത്തിൽ ഒരു 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 പിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല 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 പിടിക്കണ്ട ഞങ്ങ- പിടിക്കണ്ട, കുഴപ്പമില്ല. പെട്ടെന്ന് വന്നിട്ട് ഇതിപ്പോ വാട്സാപ്പ് വീഡിയോ കോൾ ആണോ അതോ വീഡിയോ കോൾ കൺഫ്യൂഷൻ പോലെ അളിയാണ്ട് ആ മൂഡ് പെട്ടെന്നാണ് നോക്കുമ്പോ അടിയില് കമന്റ്സ് ലൈക്ക് 9000 കമന്റ്സ് പേര് ഒന്നും എനിക്ക് കാണുന്നു. കാണുന്നില്ല കേട്ടോ. ആക്ച്വലി കമന്റ്സ് ആദ്യം കണ്ട 2-3 കമന്റ്സ് ഉള്ളു, ബാക്കിയൊന്നും എനിക്ക് കാണുന്നില്ല. ഇതിപ്പോ എന്താ ഇത്? ആണോ? ഇത് അത് ഇത് റിഫ്ലക്ട് പക്ഷെ ചെയ്യാത്തതാണോ എനിക്ക് അതോ എന്റെ കാണാം. ഇവിടെ ഇവിടുത്തെ നൈല ഇന്റർനെറ്റ് പ്രശ്നം? നൈലൊക്കെ വേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വരുന്നില്ല. നൈലൊക്കെ വെരി ജോയിൻ ബാഡ്. എനിക്കും ചെയ്തിട്ടുണ്ട്. കാണുന്നില്ല. ഇവൻ എനിക്കും ഇതെല്ലാം കാണുന്നില്ല. നോക്കിയിട്ടേക്കാന്ന് തോന്നുന്നു. അപ്പം എനിക്ക് സാറിന് മാത്രമേ കാണുന്നുള്ളൂ. ഏയ് അതെന്താ അത് അങ്ങനെ? നീയല്ലേ ഇത് തുടങ്ങിയത്, നിനക്കേ വരുന്നുണ്ടാവുള്ളൂ. എന്നോട് തുടങ്ങാൻ പറഞ്ഞിട്ടാ. എന്റെ കയ്യിലൊക്കെ ഇതൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കോ? ഏൽപ്പിച്ച് എന്തോ എടാ നീയല്ലേ വിനീത് മാധവൻ, അപ്പൊ നീയല്ലേ ചെയ്യേണ്ടത്. സെറ്റിങ്സിൽ എന്തോ ഒരു സാധനം ഓഫാക്കി വെച്ചിരിക്കുക, അതുകൊണ്ടാണ് നമുക്കൊന്നും വരാത്ത. നീ ആഡ് ചെയ്യുമ്പോ അറിയാവുന്ന എല്ലാവർക്കും കൊടുത്തരുത്. ഇതിപ്പോ എനിക്കൊരു കമന്റ് കാണാനില്ല, നമ്മള് 4 പേര് സംസാരിക്കുന്നത് മാത്രമേ അറിയുന്നത്. ഇതൊക്കെ തിരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ പിടിച്ച് ഞെക്കിയിട്ട് ലൈവ് മൊത്തത്തിൽ നിൽക്കും. കട്ടായി മൊത്തത്തില് പോകും. നിന്ന് കട്ടായി പോകും ചിലപ്പോ. കമന്റ് ഒന്നും ഇല്ലാതെ ആൾക്കാരൊക്കെ ഉള്ളതെന്ന് അറിയാതെ ഇതൊരു ലൈവാന്നൊരു ഒരു തോന്നുന്നില്ല. നമ്മൾ വീഡിയോ കോളിൽ ആ സംസാരിക്കുന്നത് അതെ, കമന്റ്സ് ഒന്നും കാണുന്നില്ല. കൊള്ളാം, ഒരു നൈസ്. ലൈവിന്റെ വൈബില്ല. അല്ല അത് നല്ലതാ ഇല്ലെങ്കിൽ കമന്റ്സ് ഇടയ്ക്ക് ഇല്ലാത്തത്. എനിക്ക് ഇല്ലെങ്കിൽ കാണാം. കമന്റ്സ് ഉണ്ടപ്പോഴല്ലേ ഒരു ഹായ് ഇത് തരുമെന്ന്. ഇൻസ്റ്റാ ലൈവ് ആണല്ലേ? ആവുള്ളൂ. അപ്പൊ കമന്റ്സ് ഷെൽവിൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. ഷെൽവിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഷെൽവിനൊക്കെ ആ അതിരടിയിൽ നല്ല കണ്ടോ, അങ്ങനെയൊക്കെ രസമുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വരുമ്പോ ഹായ് പറയാനും എന്നൊക്കെ പറയണ പോലെ ഒരു രസം ഉണ്ടാവണമെങ്കിൽ അത് ഉണ്ടാവണ്ടേ. ആ, ഇതിപ്പോ നമ്മള് അപ്പം അപ്പൊ അതെങ്ങനെയാ ഇവിടെ കാണുന്നില്ല. ഇതിപ്പോ ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ വാട്സാപ്പിൽ മാത്രമേ വിളിക്കാം, നടന്നുള്ളൂ. അതായിരിക്കും നല്ലത്. എന്നോട് പറയരുത് ഓരോന്ന് ചെയ്യാൻ. എനിക്ക് ഇത് തന്നെ ഇത്രയും പേര് ഒപ്പിച്ച പാട് എനിക്ക് തന്നെ അറിയാം. 4 പേരെ കൂട്ടിപ്പെട്ട പാട്. ഇനി നിന്നെ ഇതില് തട്ടിക്കൊണ്ടു വിനീതേട്ടനും പോകണം. കൂടെ അല്ല വിനീതേട്ടൻ വാച്ചിങ് അവിടെ നൈസായിട്ട് കണ്ടോണ്ടിരിക്കുക. ഹാരിസ് പുള്ളിനെ ബഷീർ ആഡ് ചെയ്യും. says hi. ദേ ഞാൻ പുള്ളിക്കാരൻ എക്സിറ്റ് ചെയ്യാം. കേറാൻ പുള്ളി നൈസായിട്ട് അറിയാതെ കണ്ടോണ്ടിരിക്കുക. വിനീതേട്ടന്റെ മെസ്സേജ് കേറാൻ അയച്ചിട്ടുണ്ട്. അറിയാതെ നോക്കിയിരിക്കുകയായിരിക്കും. ഇതിൽ ഏത് സ്വിച്ചാ ഞെക്കേണ്ടത് നോക്കിയിരിക്കുകയായിരിക്കും. ഞാൻ എക്സിറ്റ് ആവട്ടെ. ഹാരിസ് ഞാൻ ബഷീർ എക്സിറ്റ് ആവട്ടെ. കണ്ടുപിടിച്ചിരിക്കുകയായിരിക്കില്ല. ഹായ് കൊടുത്തിട്ടുണ്ട്. ഹായ് അയച്ചിട്ടുണ്ട്. ആര്? ഹാരിസ് ബഷീർ. ആർക്കാ? ഹാരിസ് ബഷീർ. ആണല്ലേ? ഹാരിസ് ആ ബഷീർ ഹാരിസ് says hi. ആ. അതെ. ഓ ഹായ്. അങ്ങനെ കമന്റ് ഒക്കെ ഇട്ടോ അതെ. ശരിക്കും? വിനീതേട്ടന് ഇട്ടിട്ടുണ്ട് അല്ല കമന്റ്. സാറിനെ ആഡ് ചെയ്യൂ, വിനീത് സാറിനെ ആഡ് ചെയ്യൂ. ഞാൻ എക്സിറ്റ് ആവാം. 4 പേരല്ലേ പറ്റുള്ളൂ. 4 എടാ പേര്. ഇതില് കൊറേ ഞാൻ എക്സിറ്റ് ആവാം. ഓക്കെ, ശരി ശരി ഓക്കെ. സി യു, ഹാവ് ഫൺ. പോരുത്. ചിലപ്പോ ഇതില് ഞങ്ങൾ എങ്ങനെ പിന്നെയും എക്സിറ്റ് ആവാ? വിളിക്കുമായിരിക്കും. ഇതൊരു ലീവ്. ആ ഓക്കെ, മനസ്സിലായി. സാധാരണ അപ്പോൾ ലൈവൊക്കെ ഒരു 10 മിനിറ്റ് ഒക്കെ വരാറുള്ളൂ. ഇത് ഇപ്പൊ തന്നെ ഒരു ഇതിപ്പോ അരമണിക്കൂറായത്. ഇത് എത്ര നേരമായി തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. 20 മിനിറ്റായി, 22 മിനിറ്റ് ആയിക്കോണ്. നിങ്ങളെന്താ എത്ര കാര്യഗൗരവമുള്ള നേരം ആൾക്ക് വരും. സംസാരിച്ചോണ്ട്? വിനീതേട്ടൻ ഇവന്റെ ആ അർബോറൻ ഇൻട്രൊഡക്ഷൻ. ആക്ച്വലി വിനീതേട്ടന് ജോയിൻ ചെയ്യാൻ വിനീതേട്ടൻ പറ്റില്ല. ഇവനാണെങ്കിൽ ആരെ വന്നില്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ തോന്നേട്ടാ കണ്ടോ മൊത്തത്തില്. തിരക്കിട്ട വിനീതേട്ടൻ ജീവിതമാണെന്ന് പ്ലീസ് കാണിക്കാൻ വേണ്ടിട്ടാ. അതിന്റെ ഐ എം ഇടയിലല്ലേ ബിസി. Okay guys, I am always busy. I am always on the move. യെസ് ഹാരിസ് ബഷീർ. സാറ് ഞാൻ കുളിക്കായിരുന്നു. അതറിഞ്ഞു, ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല നിങ്ങൾ വിളിക്കുന്ന സമയത്ത്. ലൈവിൽ വന്ന മലയാളികൾ മൊത്തം അറിഞ്ഞു വിനീതേട്ടൻ ഈ സമയത്ത് കുളിക്കായിരുന്നു. എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ തല ഓർത്തിക്കോട്ടെ. ലൈവിനൊക്കെ വരുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാന്ന് വിചാരിച്ചതാ. മേക്കപ്പ് ഒക്കെ ഇട്ട്. മേക്കപ്പ് ഒന്നും ഇല്ലടാ, ആർക്കും മേക്കപ്പ്. പുതിയൊരു അപ്ഡേറ്റ്. സാധാരണ വിനീത് ശ്രീനിവാസൻ കുളിക്കുന്നത് 7-നും 7:30-ക്കും ഇടയ്ക്കാണ്. അതെ അതെ അതെ. വീഡിയോ പുതിയൊരു കോൾ ലൈഫ് മൂഡില അപ്ഡേറ്റ്. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനീതേട്ടൻ ഇപ്പോഴാണ് ഒരു പടം കാര്യഗൗരവമുള്ള ഒരാൾ വന്ന് ഇപ്പോഴാണ് ചേട്ടാ പ്ലീസ്. ആ അല്ല പണ്ട് തിയേറ്ററിൽ കണ്ടോ? വിനീതേട്ടൻ സംസാരിക്കും. പിന്നെ ഞാൻ ഇന്നാ കണ്ടത്. ആണോ? അതായത് കണ്ടേ റിലീസിന് തിങ്കളാഴ്ച മുമ്പ് നിർത്തി. കണ്ട വേർഷൻ മറ്റേ അല്ലാണ്ട് തിയേറ്ററിൽ നിന്നാ കാണുന്നത്. കണ്ടത് ഫ്രഷ് ഔട്ട് ഓഫ് ദ തിയേറ്റേഴ്സ്. അതെ അതെ, ഇന്ന് രാവിലെ പോയിട്ട് കണ്ടു.
എനിക്ക് നിങ്ങളോട് എവിടെ നിങ്ങൾ എല്ലാവരോടും ചെന്നൈയിലാ? നിങ്ങളെല്ലാവരും ഭയങ്കര ഗംഭീരമായിരുന്നു കേട്ടോ സിനിമയില്. എനിക്ക് അത് താങ്ക് യു താങ്ക് യു. എല്ലാവരോടും. എന്താണ് ഒരു വിഷമം പോലെ? ഏ? അത് അതെന്താ നിങ്ങൾ ഭയങ്കര ഗംഭീരമായിരുന്നു. അല്ല എനിക്ക് ഇല്ല, നസ്ലിന്റെ നസ്ലിന്റെ ഞാൻ നസ്ലിൻ ഞാൻ ഒന്ന് അടിപൊളി. കണ്ട ഉടനെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ലേ. ഓ ഓ ഓ ഞാൻ ഓ അബിയുടെ ഫ്ലാറ്റിൽ നിന്ന് അയച്ചിട്ടുണ്ട്. കണ്ട ഉടനെ ഞാൻ ആ നസ്ലിന്റെ മെസ്സേജ് സിനിമ അയച്ചിട്ടുണ്ട്. നസ്ലിന്റെ റിലീസ് ആവുന്നതിന് മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു, അതെ വിനീതേട്ടൻ അതെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നസ്ലിന്റെ അതെ ഏറ്റവും ബെസ്റ്റ് ഇതുവരെ ഏറ്റവും സോഫ. ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് നോ ഡൗട്ട്. ഇത് നോ ഡൗട്ട്. കേൾക്കാനല്ലേ ഇടില്ല. ഞങ്ങള് അടിപൊളിയാന്ന് പറഞ്ഞേ. അല്ല ഇത് ലൈവിന് മുമ്പേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പോയിന്റിൽ ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് തിരിച്ച് തന്നോളാം. കോടല്ല എനിക്ക് കോട്. എനിക്ക് പക്ഷെ നസ്ലിന്റെ മറ്റേ ഇത് കൂടാണ്ട് സൂപ്പർ ഷെറന്റെ ഭയങ്കര ഇഷ്ടാട്ടോ. മറ്റേ എനിക്ക് പെൻഷൻ കൊടുക്കാൻ സമയമായി പറയുന്നത്. താങ്ക് യു താങ്ക് യു. ആ അയ്യോ ആക്ച്വലി ഇല്ല, പക്ഷെ ഇതപ്പോ ഇതിലൊരു പടം മൊത്തം ക്യാരി ചെയ്യുന്നത് വേറെ പരിപാടിയാണല്ലോ. അതെ ഫുൾ അതെ അതെ അതെ. നസ്ലിൻ ഇല്ലാത്ത സീനുണ്ടോ ഈ പടത്തില്? ആദ്യത്തെ 5 മിനിറ്റോ അങ്ങനെ എന്തോ ഉള്ളു ആ തോന്നുന്നു. ആദ്യത്തെ ആ ആ ചൈൽഡ്ഹുഡ് അതും പക്ഷെ ആ ഫ്ലാഷ് അതും അതും കുട്ടിക്കാലം ഉണ്ടല്ലോ. അതും ഫ്ലാഷ് ബാക്ക് കുട്ടിക്കാലം ഉണ്ടല്ലോ. മാത്രം. അതെ അതെ അതെ. കുട്ടിക്കാലം അതെ അത് നമുക്ക് വേറെ ആളാന്ന് പറയാൻ പറ്റില്ല. ബാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് അതും സിനിമയില് ഇവര് ഇല്ലാത്ത എന്തോ ഏതെങ്കിലും സീൻ ഷൂട്ട് ഉണ്ട്? ചെയ്യാനുള്ള ശ്രമം രണ്ട് നടത്തിയായിരുന്നു. അതെ 2 ദിവസം എന്തോ ഉള്ളൂ എനിക്ക് ബ്രേക്ക് കിട്ടിയേക്കുന്നത് ഈ പടത്തില്. ടോട്ടലല്ലേ? ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഞാനും അഭിചേട്ടനും എല്ലാ ദിവസവും എനിക്ക് അല്ല ബേസിയുടെ ബേസിയുടെ എന്റെ ക്യാരക്ടറിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്, പക്ഷെ പറഞ്ഞ സ്പോയിലർ ആവും, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. എന്റെ അടുത്ത് ഇല്ല അത് അവൻ അഭിനവ് പറഞ്ഞോളൂ പറഞ്ഞിട്ടില്ല. പറഞ്ഞോന്ന് പറഞ്ഞു അല്ലല്ല, അഭിചേട്ടൻ. ആക്ച്വലി മറ്റേത് പക്ഷെ ഇത്തിരി ഏതാ രണ്ടുപേരുടെ എന്ത് പറഞ്ഞ തൊട്ടാലും വൻ സ്പോയിലർ ആണെന്നുള്ളത്. അതെ ആ അതെ പക്ഷെ എന്റെ ഒത്തിരി പേര് സ്പോയിലറിന്റെ കാര്യം ഞാൻ തിയേറ്ററിനാ മനസ്സിലാവും. ആണോ? ഞാൻ ആ, ഞാ- അയ്യോ. കത്തിയാ അങ്ങനെ. ആ അതെ അഭിനവിന് അല്ല അഭിനവ് ഒരു 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 നമ്മളടുത്ത് ദിവസം ഒന്നും പറയില്ല. അല്ല ബേസി ഒരു ദിവസം, അതായത് മാതാ തിയേറ്ററിന്റെ വെളിയില് കാരവാനില് ഞാൻ, പ്രശാന്ത് ഏട്ടൻ, അൽത്താഫ്, ഞങ്ങൾ എല്ലാരും ഇരിക്കുക. അപ്പൊ പ്രശാന്ത് ഏട്ടൻ കുറച്ച് പ്രശാന്ത് ഏട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറഞ്ഞു, ഉം. അൽത്താഫിന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു, ഞാൻ എന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആർക്കും അറിയില്ല. ഗ്രൂപ്പ് ആരുമില്ല. ഡിസ്കഷൻ ചെയ്ത് ഓ ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും അതെ എന്നുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റിയെങ്കിലും അറിയാം, എനിക്ക് അതും അറിയില്ലായിരുന്നു. അതുപോലെ നസ്ലിനെ, സത്യം. അതായത് ബേസി ഷൂട്ടിന് വന്ന ദിവസം അബി ബേസിയുടെ അടുത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കാം, ആ, നീ ഈ സിനിമയിൽ അഭിനയിച്ച കാര്യം ആരോടും പറയരുതെന്ന്. എവിടുന്നറിയാം? ഒരു തിയേറ്ററിന്റെ അകത്ത് ഫുൾ ജൂനിയർ ആർട്ടിസ്റ്റ് വെച്ചിട്ട്. 100 ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതെ. ആരും അറിയരുത്. ആരും 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 അറിയില്ല. അറിയില്ല മല്ലയ്യ. ഞാൻ പേടിച്ചിട്ട് ആരോടും പറഞ്ഞതുമില്ല. ആണല്ലേ? ഇവനായതുകൊണ്ട് പറയാൻ പറ്റില്ല, മറ്റേ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അഭിനവായതുകൊണ്ട് റിസ്ക്. ഞാൻ ഇനി പറഞ്ഞു ആരെങ്കിലും ഒക്കെ അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത്. അവനായതുകൊണ്ട് പറയാൻ പറ്റില്ല. സിനിമയുടെ കാര്യത്തിൽ അവന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതെ അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പേടിയാ. എനിക്ക് ആണല്ലേ? പേടിയാ. എനിക്ക് നല്ല പേടി. എനിക്ക് പേടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല പേടിയാ. എനിക്ക് ഗോത എഡിറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പറയും. അന്ന് മുതല് ആ സീൻ കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ തോക്കെടുത്ത് ഇവിടെ വെക്കും. കട്ട് ചെയ്താ എന്താ കുഴപ്പം? കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതെ. അങ്ങനെ. അതാണ് എല്ലാരും എവിടെയല്ല? കൊച്ചിയിലല്ല? ഞാൻ ഞാൻ കൊച്ചി. ഞാനും സംഗീതം കൊച്ചിയില്, ഇത് ബേസിലെട്ടനും കൊച്ചിയിലുണ്ടോ? ഞാൻ കൊച്ചി. അബി വിനീതൻ ദുബായിലാന്ന് പറഞ്ഞു. ചെന്നൈയിലായിരിക്കും അല്ലേ? പിന്നെ ഞാൻ വിനീതൻ ഇന്ന് എത്തിയത് ചെന്നൈയിലായിരിക്കും ഇന്ന്. അല്ലേ? ഞാൻ വീട്ടിലാണ്. ചെന്നൈ. ചെന്നൈ. ബെസൻ നഗർ. ആ ഓക്കെ. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഒരു ഔപചാരികത. നല്ല സ്ഥലമാ, ഇടയ്ക്ക് വാ. അറിയാം. പിന്നെ നമ്മളെ ഡിന്നറൊക്കെ കഴിച്ചോ? ഇല്ല ഡിന്നർ വന്നിട്ടുണ്ട്, ഞാൻ കഴിക്കാൻ പോവാ. കയ്യോ. അപ്പൊ എന്താ എന്താ പോകുന്നു. ഫുഡ്? ഫുഡ് എന്താ? വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് പുറത്തുനിന്ന് വരുത്തിച്ചതുകൊണ്ട് ഒരുപാടുണ്ട്.
അവന് ടെൻഷനായി ഇത് വഴി നമ്മള് സബ്ജക്റ്റീവ് മാറിക്കൂട്ടി മോളിവുഡ് ടൈംസ് ഹോളിവുഡ് ടൈംസ്. അതെ അതെ ഒരിക്കലും ഇല്ല, ഞാനൊന്നും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ എന്റെ ദൗത്യം നിങ്ങളെല്ലാവരും ഒരുമിപ്പിക്കാന്നുള്ളതാണ് എന്റെ ദൗത്യം. സംഘു മോളിവുഡ് ടൈംസിന്റെ എന്താണെന്നറിയോ, മോളിവുഡ് ടൈംസിനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് ഇത് കഴിഞ്ഞിട്ട് അഭി വിളിച്ചിട്ട് ചോദിക്കും നിങ്ങൾ എന്തിനാ അതൊക്കെ പറയാൻ പോയത്, സ്പോയിലർ ആവില്ലേ. പക്ഷെ ഇന്നിപ്പോ പെർമിഷൻ തന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഇന്നിപ്പോ കാരണം കുറെ പറഞ്ഞിട്ടാ ആൾക്കാര് പോയത്. പടം കണ്ടുണ്ട്. ആണോ? എന്തും പറയാന്ന് പറഞ്ഞോ? ഓൾറെഡി എന്തും പറയാവോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ബേസിലേട്ടന്റെ ആണെങ്കിലും വിനീതേട്ടന്റെ ആണെങ്കിലും അതെ അതെ. കട്ട്സുകളും ഇതുകളൊക്കെ. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ കമന്റും ഇതും വരാത്തതുകൊണ്ട് ഇത് ഇൻസ്റ്റാഗ്രാം ലൈവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ലൈവായിട്ട് personal തോന്നുന്നില്ല ആണെന്ന് അല്ലേ? തോന്നി. എനിക്ക് വിനീതേട്ടന് കാണുന്നുണ്ടോ? നീയെങ്കിലും ഇടക്ക് ഇവിടെ വായിച്ചത് അല്ല, ഒരു എനിക്കിങ്ങനെ ഹായ് പറയോ, കൊറേ ബർത്ത്ഡേ വിഷസ് പറയോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അതിലൊക്കെ ഞാൻ ഹാപ്പി ഉത്സവത്തിന്റെ വിശ്വസുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ബേസിലേട്ടനോട് വിനീതേട്ടന് വേറെ ബേസിലേട്ടനോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? സഞ്ജയ്. ഹായ് സഞ്ജയ്. അങ്ങനെ അതെ, ഒത്തിരി പേര് കേറിയിട്ടുണ്ട് ലൈവില്. ഇപ്പൊ എനിക്കിവിടെ സൈഡിൽ നിന്ന് അഡ്വൈസും ഇങ്ങനെ ഹാർട്ടും ചിരിയും തീയും പോകുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. അതെനിക്കും ഇങ്ങനെ പോകുന്നുണ്ട്. അത് പോകുന്നുണ്ട്. അത് അപ്പൊ ഇങ്ങനെ നമുക്കൊക്കെ സെയിം. അവന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ലൈവ്, ആക്ച്വൽ ലൈവ്. നമ്മള് വീഡിയോ കോൾ. അതെന്താ സംഭവം? അത് നീ എന്തോ ഓപ്ഷൻ, നിനക്ക് അതിന്റെ സെറ്റിംഗ് ഒന്നും അറിയാത്തോണ്ട് അത് അക്സെപ്റ്റ് തുടങ്ങിയവന്റെ കുഴപ്പമാണ്. ചുമ്മാ ആക്ച്വലി ഞാനിത് പറഞ്ഞ അറിയാവുന്ന ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നെങ്കിൽ വേറെ പ്രശ്നമില്ല. എനിക്ക് 2 കമന്റ് കാണാം. ഏത് അതായത് ശ്രീകാന്ത് വെട്ടിയാരുടെ ഒരു കമന്റ് എനിക്ക് കാണാം. ഫൈസൽ അലി എനിക്ക് MSCK ആഫ്രിക്കയിൽ വരെ എത്തി ഫിലിം എന്ന് ഒരു കമന്റ് കാണാം. ആഫ്രിക്കയിൽ എത്തിയോ സിനിമ? എന്താ ചെയ്യാ wow. താൻ ഫാൻ ബാക്കി പറ. ഗ്ലോബൽ ഗ്ലോബൽ സ്റ്റാർ. പിന്നെ ഗ്ലോബൽ സ്റ്റാർ നഗ്ലിൻ. നേരത്തെ വെച്ചിട്ട് ഞാൻ ഹായ് തരുമോ? ആവുന്ന വെച്ചപ്പോ പറയണേ എന്താണ് അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ എന്ത് ചുമ്മാ വെറുതെ ഇരിട്ടോ, ഇത് വീഡിയോ കോൾ അല്ല സംഗീത. പുറത്തെത്തും. ഇതൊക്കെ എല്ലാവർക്കും റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റും. ചുമ്മാ വീഡിയോ കോളിൽ അങ്ങനെ വല്ലതും പറയാനുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യണം. വിനീതേട്ടാ, ഇവിടെ നല്ല മഴയാ കേരളത്തില്. പക്ഷെ ഏറ്റവും കൂടുതൽ കളക്ഷനും കിട്ടുന്നത് കേരളത്തിൽ നിന്നാണ്. കാണാൻ എന്തോ പറ്റി, സർപ്രൈസിങ് ആയിരുന്നു. ആ കണ്ടന്റ് മാത്രം പോയി. നല്ല കണ്ടന്റ് മിസ്സായി. പോയത് കുളി ഫുഡടി ചെന്നൈയൊക്കെ കിട്ടി. തിരിച്ചു വന്നോ ഞാൻ? വന്നു ഇപ്പൊ കേക്കാം. പറഞ്ഞ സാധനം മിസ്സായി പോയി. എന്തോ മഴയാന്ന് മനസ്സിലായി, സർപ്രൈസ് ആണെന്ന് മനസ്സിലായി. അല്ല, ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഈ 5-ാം തീയതി ഒക്കെ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ മഴ കാരണം ചെറിയ പണി പാളുമോ എന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഒത്തിരി ആൾക്കാർ പടം കാണുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സിനിമ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരാണല്ലോ. സിനിമയെ പറ്റിയിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോ ആ ഒരു ഇപ്പൊ ഇന്ന് ഞാൻ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ആ DTS ആ സീക്വൻസ് നൊസ്റ്റാൾജിക് എലമെന്റ്സ് ഫസ്റ്റ് ഹാഫിലൊക്കെ ഒത്തിരി പേർക്ക് നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, ഞാൻ അബിയുടെ ഫ്ലാറ്റിൽ നിന്ന് കാണുന്ന സമയത്ത് അതിന് സൗണ്ട് ഇല്ലല്ലോ. ഇന്ന് വിത്ത് സൗണ്ട് അത് കാണുന്ന സമയത്ത് അത് ഭയങ്കര ഫീൽ ആയിരുന്നു. അല്ല, നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അഭിനവിനെ തന്നെ കാണാൻ പറ്റി കുറെ സ്ഥലത്ത്. ഞാൻ അഭിനവിനെ കണ്ടുള്ളൂ. ഇവനെ ഞാൻ എവിടെയോ അങ്ങനെ സിനിമ ഇത് ഞാൻ എവിടെയോ അതായത് എന്റെ കൂടെ ദിവ്യ ഉണ്ടായിരുന്നു. ബേസി എന്റെ കൂടെ ദിവ്യ ഉണ്ടായിരുന്നു. ബേസി അതായത് ദിവ്യ ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും അഭി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഇനി 2 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ചോദിക്കണ്ട, ചോദിക്കണമെന്നില്ല. പക്ഷെ കൊറേ സ്ഥലത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. പിന്നെ നസ്ലിൻ കൊറേ കഴിഞ്ഞപ്പോ ക്യാരക്ടർ ഭയങ്കരമായിട്ട് പിടിച്ച പോലെ തോന്നി.
അപ്പ- അത് എൻ- എന്താ എന്റെ സിനിമയിലെ എന്തായാലും അത് എന്റെ സിനിമയിലെ ഫേവറേറ്റ് സീൻ എന്ന് പറയുന്നത് ആ, സംഘവും നസ്ലിനും കൂടെയുള്ള ആ ആ ഫസ്റ്റ് സീക്വൻസ് അല്ലേ, പടം ബേസ് കണ്ടതിന് ഓ ശേഷമുള്ള. അതിൽ ഓക്കെ കൂടുതൽ ഞാൻ പറയുന്നില്ല. അതൊരു അതൊരു ഫസ്റ്റ് ആക്ച്വലി ഓഫ് നല്ല ഇറ്റ്സ് കൈൻഡ് സീനാണ്. സീനാണ് അത്. ഷോർട്ട് യെസ് ഫിലിം യെസ്. ഫെസ്റ്റിവലിന്റെ സീനും. അല്ല അല്ല അത് അല്ല അല്ല കഴിഞ്ഞിട്ടുള്ളത്. വീട്ടില് വീട്ടിൽ വിളിച്ചിട്ട് വെച്ചിട്ട് പടം കാണാൻ പുള്ളി പറയുന്നത്. ചെയ്യുന്ന പടം കാണാൻ പടം പറയുന്നത്. ഒന്ന് വന്ന് കാണാൻ ആ പറയുമല്ലോ. ഓക്കെ 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 ഓക്കെ, അത് നല്ല കണ്ടായിരുന്നോ സീനാണ്. പടം? അത് അത് നീ കണ്ടോ? ഏ, ചുമ്മാ കണ്ട് ഇവര് തമ്മില് കൊറേ സീനുണ്ടല്ലോ. ഇതിലിപ്പോ ഏതാണ് അറിയണ്ടേ? അല്ല ഇവര് അല്ല ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനുണ്ട്, ഇവര് തിയേറ്ററിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്, കാമുകിയായിട്ടിരുന്നിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു പറയുന്ന സീനുണ്ട്. ആരോടോ ഇവൻ കഥ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തിയേറ്ററിലോ? അത് തിയേറ്ററിലല്ല, മറ്റേ ഒരു സ്ഥലം ഹാപ്പിയില് മറ്റേ പുള്ളി ഓഡിറ്റോറിയം. പറയില്ലേ ഒരുപാട് സീനുണ്ടല്ലോ എന്ന് പറയുന്നത്. കണ്ടളിയാ, കണ്ട് ഞാൻ കഥ കണ്ടു സിനിമ കണ്ടു എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞത് അവസാനം സ്പോയിലറായി മറ്റവന്റെ ഇടിയൊക്കെ കിട്ടും, നിങ്ങൾക്കൊക്കെ കിട്ടും, എല്ലാവർക്കും കിട്ടും. വേണോ? ഇല്ല വേണ്ട ഞാൻ വേണ്ട പറയട്ടെ, ഇന്റർവെൽ പോയിന്റ് എന്താന്ന് പറയട്ടെ, ഇന്റർവെൽ വേണ്ട പോയിന്റ് എന്താന്ന് പറയട്ടെ. വേണ്ട 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 പറയണ്ട വേണ്ട പറയണ്ട വേണ്ട പറയണ്ട വേണ്ട പറയണ്ട ആ പറയണ്ട. ആ അത് നല്ലൊരു നമ്പറായിരുന്നു. എനിക്ക് ഹർത്തായി. കണ്ട് നല്ലതായിരുന്നു, സംഗീതം നല്ലതായിരുന്നു, വിനീതേട്ടൻ ഭയങ്കര രസമുണ്ടായിരുന്നു ആക്ച്വലി. ബേസിലായിട്ട് ഇല്ല അടിപൊളിയായിരുന്നു. ബേസി ബേസി നീ കുഴപ്പമില്ല. ഓക്കെ. ഓടാണ് നല്ലൊരു കാര്യം പറയും. ഇല്ല, നിങ്ങൾ വിനീതേട്ടന്റെ ലാസ്റ്റ് സീനായിരുന്നു ഏറ്റവും കിടിലം. തിയേറ്റർ പോലും മറന്നുപോയ സീൻ. ആളില്ലല്ലോ എന്ന് ഉറപ്പിക്കാവുന്നതാണ്. എനിക്ക് അതാണ് ഏറ്റവും വന്ന് അതെ എന്റെ ചെവിയിൽ വന്നിട്ട് പേടിക്കണ്ട ആളില്ലല്ലോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഉറപ്പിക്കാൻ വേണ്ട. അല്ല നസ്ലിനെ വിനീതിന്റെ നമ്മൾ പാരന്റ്സ് അത്രയും ആയിരിക്കും അത്രയും അല്ലേ? പറയാൻ പാടുണ്ടോ നമ്മളിപ്പോ? ഇല്ല, അതൊന്നും പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഇപ്പൊ എന്താ കുഴപ്പം? അതെ. ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല. നിങ്ങൾ അഭിനവിനെ പോലെ സംസാരിക്കല്ലേ എന്റെ വിനീതേട്ടൻ. അല്ല എന്നാലും ഇനിയിപ്പോ എന്തായാലും ഒത്തിരി പേര് കണ്ടവരുണ്ട്. ഇനിയും കാണാത്തവരെന്തായാലും പോയി കാണട്ടോ. ഈ ഈ അതെ ഈ എന്തായാലും അത് വിനീതേട്ട ഒന്ന് മൊത്തത്തിലൊന്ന് അതിന്റെ ഒരു ക്ലോഷർ ഒന്ന് ഒഫീഷ്യൽ ഒരു ഫോർമൽ സ്ഥാനത്തിലേക്കൊന്ന് മുതിർന്ന ഒരാളെന്ന കൊടുക്കാം. നിലയ്ക്ക് അതെ, അതൊന്ന് പറയോ? ഞങ്ങള് 3 പേര് പറഞ്ഞു കഴിഞ്ഞാലും പാളും. ഇതിലൊക്കെ ഒരു പരിചയവും എക്സ്പീരിയൻസും പക്വതയൊക്കെ ഉള്ള ആളാണെന്നുള്ള നിലയിൽ അതെ. എടാ 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 ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ ആയി. എനിക്ക് പ്രായമായി എന്ന് പറയാണ്ട് പറയല്ല നീ ഞാൻ ബേസി. പറയട്ടെ, ഇവിടെ എല്ലാരും ഇല്ലില്ല, ഫോർമൽ ഡ്രസ് ഇട്ട് അവിടെ ഫ്ലാഷിന്റെ ബനിയനൊക്കെ ഇട്ടിട്ട് എടാ പെട്ടെന്ന് കിട്ടിയ ഒരു സാധനം എടുത്തിട്ടതാ ഞാൻ ഞാന് പിടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ടെന്നീസ് കളിക്കാൻ പോകുന്നവരുണ്ടല്ലേ. നാളെ വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിന് പോകാനിരിക്കുന്നു. ഇല്ലല്ല നീ നന്നായിട്ടുണ്ട്. ഉം. എനിക്ക് കമന്റ്സും ഇതൊന്നും വായിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം ഭയങ്കരമായിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം ഒരു ഫ്രസ്ട്രേഷൻ ലൈവിൽ ഉണ്ട്. കുറെ കയറിയിട്ട് കാലത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാം ലൈവിൽ വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റാത്തതിലുള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. അതിന്റെ ഞാനും അമർഷം നസ്ലിനോട് രേഖപ്പെടുത്തുന്നു. നിനക്ക് പണി അറിയാത്തതുകൊണ്ടാണ് ഇതൊക്കെ. മോഡറേറ്റർക്ക് പണി തന്നില്ല. ഇത് ഞാൻ പല പരിപാടി നോക്കി. ഞാൻ മാറ്റാനൊക്കെ നോക്കി. മോഡറേറ്റർ ഏതെങ്കിലും സ്വിച്ച് ഒക്കെ എടുത്ത് ഞെക്ക്. പറ്റുന്നില്ല. അത് ഇനിയിപ്പോ എന്തായാലും കഴിയാനായല്ലോ. ഇവിടെ ഒരു അതൊന്ന് 3 ഡോട്ട് ഉണ്ട്. ഓ, അതിലൊന്നുമില്ല, അല്ല, റിപ്പോർട്ട് എല്ലാവർക്കും മാത്രമേ ഒത്തിരി പേര് ഇതേപോലെ ഹായ് തരൂ ഇതൊക്കെ സെയിം ചോദ്യങ്ങളൊക്കെ സംഘം ഇടയ്ക്ക് തന്നെയാ. ഫിൽറ്റർ വല്ലോ കേട്ടോ. ഞാൻ നസ്ലിനൊരു എനക്കൊന്ന് പാട്ട് എന്തോ ചെയ്യാൻ നോക്കിയതാ. ഞാൻ ഫിൽറ്റർ എന്ന ഓപ്ഷൻ നോക്കി. അതിൽ നോക്കുമ്പോ കുറച്ച് കടുപ്പായിരിക്കും. ഫിൽറ്ററിലൊക്കെ കയറിപ്പോയാൽ എന്റെ പൊന്നളിയാ നമ്മള് അതൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ വരും. വേണ്ട ഫിൽറ്റർ വേണ്ട. അത് ഓഫാക്കി ഫിൽറ്റർ ഓഫ്. എല്ലാവർക്കും വേണ്ടത്, പിന്നുള്ളത് ഒത്തിരി പേർക്ക് വേണ്ടത് ക്യാമറ റിവേഴ്സ് ഇതാണ്. ചെയ്യാനാണ്. ഹായ് ആണ് വേണ്ടത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹായ് പറഞ്ഞു എല്ലാ കൊടുത്താലും ഹാപ്പി ആയിരിക്കും. എല്ലാവർക്കും ഹായ്. മോളിവുഡ് ടൈംസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പോയിട്ട് കാണുക. അപ്പോ ഈ സിനിമ ശരിക്കും പറഞ്ഞാല് ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അബി ഒരു സ്ഥലത്ത് അത് പറയുകയും ചെയ്തു. ഇത് റീവാച്ചില് വേറൊരു രീതിയിൽ കിട്ടും ആൾക്കാർക്ക്. അതെ 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 അത് അതെ നമുക്ക് ഗ്രോ ചെയ്യുന്ന സിനിമയാണ് അത്. അതെ അതെ. ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഇത് മോളിവുഡ് ടൈംസിന്. പോകുന്തോറും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സിനിമയായിട്ടും ഫീൽ അതെ അതെ ചെയ്യുന്നുണ്ട്. അപ്പൊ ലോങ് ടേം ആയിരിക്കും. നല്ല ലോങ് ടൈം. എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതെ അവൻ ഈ പറയുന്ന ഭയങ്കര ടെക്നിക്കാലിറ്റിയിലാണെങ്കിലും റൈറ്റിംഗിലാണെങ്കിലും ഒക്കെ
ആ കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് എല്ലാ ടെക്നീഷ്യൻസും, ഇൻക്ലൂഡിങ് ആക്ടേഴ്സ്. ഇപ്പൊ ആ നസ്ലിൻ ഉണ്ട് ആണെങ്കിലും ഉണ്ട് സംഗീത് ആണെങ്കിലും എല്ലാവരും ഉണ്ട്. മൊത്തത്തില് അതെ 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 ആ എഫേർട്ട് എന്തായാലും അത് ആ. ലോങ് ടേമിൽ അത് എപ്പോഴും നിലനിൽക്കും എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു. വെൽ ഷോട്ടാണ് അപ്പൊ പടം, വെൽ ഷോട്ട് അതെ ഫിലിമാണ്. അതെ, വിഷ്വന്റെ സിനിമാറ്റോഗ്രഫി ഒക്കെ ഭയങ്കര അതെ രസമായിട്ടുണ്ട്. അതെ അതെ അതിന്റെ കളേഴ്സും ഫ്രെയിമുകളും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ലൈക്ക് അതെ ബ്രില്യന്റ്, ആർട്ടും ടെക്നിക്കലി ഒന്നും ആർട്ടും പറയാനില്ല. ആർട്ടും ഒത്തിരി ഭയങ്കര അതെ ആക്ച്വലി നല്ല പോലെ ആർട്ട് വർക്കും ഭയങ്കര രസമുണ്ട്. ജെയ്ക്ക് അതെ ചേട്ടൻ അതെ ഓൾസോ, അതെ വിഷ്ണു അതെ. വിഷ്ണു അതെ ഗോവിന്ദ്, അതെ ഉം. വിഷ്ണു ചേട്ടൻ, അതെ എല്ലാവരും ഉം. ടെക്നിക്കലി ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് എനിക്ക്. ഞാൻ അതെ എന്റെ അതെ സിനിമനെ തന്നെ ഇതാക്കി പറയുന്നതല്ല, പക്ഷെ എല്ലാവരും ഭയങ്കര അവരുടെ 100% ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതെ അതെ അതെ. എനിക്കും പ്രേക്ഷകരോടും പറയാനുള്ളത് ഇതാ, ഇതൊരു OTT വന്നിട്ട് അയ്യോ ഇത് തിയേറ്ററിൽ മിസ്സായി പോയല്ലോ എന്നുള്ള ഒരു ഫീല് വരാതിരിക്കാൻ തിയേറ്ററിൽ തന്നെ ഈ സിനിമ എന്തായാലും കാണാൻ മാക്സിമം ശ്രമിക്കുക അതെ എന്നുള്ളതാണ്. നല്ല ജെന്യൂൻ ആയിട്ടുള്ള എഫേർട്ട് ഉണ്ട്, അതിലൊരു സംശയമില്ല. അതിൽ നോ ഡൗട്ട് അബൌട്ട്. അപ്പൊ അതെന്തായാലും തിയേറ്ററിലും പേ ഓഫ് ചെയ്യും, പിന്നീടും ഒക്കെ അത് പേ ഓഫ് ചെയ്യേണ്ടത് തന്നെയാണ്. എന്തായാലും ലോങ് ടേം ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഉറപ്പായിട്ടും, ഒരു സംശയമില്ല. എന്തായാലും പിന്നെ കുറെ പേർക്ക് പിന്നെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയങ്ങള് എനിക്ക് തോന്നുന്നു അബീനെ പോലെ ഒരു ഫിലിം മേക്കർ ആയതുകൊണ്ടാണ് പല കാര്യങ്ങളും ഈ ബോൾഡായിട്ട് സിനിമയില് അതെ പറഞ്ഞേക്കുന്നത്. വന്നിട്ടുള്ളത്. അതെ 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 അപ്പോ ആ, അത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല അതെ ശരിക്കും. ഉം, യെസ്. ഉം. അതെ ഡയറിങ് ആയിട്ടുള്ള, അതെ ഡയറിങ് ആണ് അതെ, ഇതൊക്കെ. എങ്ങനെ നമ്മളാരും പറയില്ല. അഭിയാണെല്ലാം പറഞ്ഞേക്കുന്നത്. അതെ നമ്മളതിന്റെ പകുതി, അവനായതുകൊണ്ട് എല്ലാം പറയും, എല്ലാം അതെ, പറ്റിക്കും പറയും. സ്പർശനേ പാവം. കിട്ടാൻ പറ്റൂല. അതെ. അല്ല, അത്രയും അത്രയും ഒഡാസിറ്റിയോട് കൂടിയിട്ട് ഒരു ഫിലിം മേക്കർ ഒരു പടം ചെയ്യുമ്പോ അത് എല്ലാരും ആ പടം തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യട്ടെ. അത് അതെ 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 ഓ അത്രയൊക്കെ ഉള്ളൂ അല്ലേ നമുക്ക് അതെ അതെ പറയാൻ. യാ, അപ്പോ എല്ലാരും വന്ന് കാണുക യെസ്. എന്തായാലും. അതിന്റെ ഒരു ആ, സംഗീതം പോയി. സംഘ് പോയി. അത് ശരി, അബി തിരിച്ചു കയറുവോ? ഞാൻ അവസാന രണ്ട് ആഡ് ചെയ്ത് നോക്കാം, ആഡ് ചെയ്ത് നോക്കാം. അവസാന രണ്ട് വാക്കുകൾ സംവിധായകൻ. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെ ആ ഓ ഏ Yes. അബി, ഞങ്ങള് കഥ പറഞ്ഞിട്ടില്ല. ഓഡാസിറ്റി Audacity. ഞങ്ങള് കഥ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടോ, കേട്ടു. അവനവിടെ ഇരുന്ന് കേൾക്കായിരുന്നു, ഇങ്ങനെ കഥ പറയുന്നുണ്ടോ അല്ല, നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലതല്ലേ, കുറച്ച് ഇപ്പൊ ആൾക്കാർ അറിഞ്ഞോട്ടെ എന്തെങ്കിലുമൊക്കെ അല്ലേ, കുറച്ച് റിവീൽ ചെയ്യാൻ ടൈം ആയില്ലേ. കണ്ടോ? ഇല്ല, വേണ്ട അന്ന് വേണ്ട. എന്റെ ആ അത് എന്റെ വേണ്ട സ്പോയിലർ ഞാൻ അത് വേണ്ട അത് വേണ്ട അത് അത് വേണ്ട. അത് പറയുമ്പോ മെയിൻ സാധനം തന്നെ. അതെ നൈസായിട്ട് കുറച്ച് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോ നീ അത് പറയാതിരുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഏതാ? ആ എന്റെ അടുത്ത് ഇതുവരെ ഞാൻ പക്ഷെ അത് വേറൊരു രീതിയിൽ ഞാൻ അറിഞ്ഞായിരുന്നു അത് അറിഞ്ഞു, അങ്ങനെ കണ്ടു, സംഭവിക്കുന്നു. എനിക്കറിയാം. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. പിന്നെ ഞാൻ തിയേറ്ററിൽ വന്നപ്പോഴാണ് ഇങ്ങനെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തിയേറ്ററിൽ വന്നപ്പോഴാണ് അതായത് ഈ സിനിമയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സിനിമ ലൊക്കേഷനിൽ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ആളുകളുടെ അതേ അവസ്ഥ സിനിമയ്ക്കകത്തും പറയുന്നുണ്ട്. അതായത് മെറ്റ ഇതിന്റെ ആരും സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസർ ആരും പോലും വായിക്കാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല. ആരും അറിയാൻ പാടില്ല. അതാ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ അതെനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അതെ ചുമ്മാതല്ല, ഒന്നും പറയാത്ത കഥ പോയിട്ട് ഒന്നും പറയുന്നില്ല, ക്യാരക്ടർ എന്താന്ന് പോലും പറയുന്നില്ല. വരുന്നു, ചെയ്യുന്നു, പോകുന്നു, ഓക്കെ ബൈ. പക്ഷെ അത് എല്ലാരും കഴിഞ്ഞിട്ട് പടം എന്താ നടക്കുന്നൊന്നും അറിയുന്നില്ല. തിയേറ്ററിൽ കാണണം, കാരണം ഇത് ലൈവ് കാണുന്ന ആൾക്കാരുടെ അടുത്ത് പറയാണ്, കാരണം ഇത് തിയേറ്ററിന് വേണ്ടി ഡിസൈൻ പേടിപ്പിക്കില്ല, ചെയ്ത മെല്ലെ പടമാണ്. പേടിപ്പിക്കില്ല, ഒരു നീ ഒന്ന് മയത്തിൽ പറയുന്നത് ഈ വിരലൊക്കെ ചൂണ്ടിയിട്ട് മറ്റേ വാക്കസ്ത എന്ന് പറയുന്ന പോലെ അല്ല ഇത് പറയുന്നത്. അതാ ഞാൻ ഒന്നും മിണ്ടുന്നില്ല, അതായിരിക്കും നല്ലത്. എന്താ നീ? റിലാക്സ്, ടേക്ക് ഇറ്റ് ഈസി. ഞാൻ റിലാക്സ്ഡ് ആണ്, പക്ഷെ കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ല അല്ലേ. അത് ഇങ്ങനെ പറ, ഇങ്ങനെ പറ, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യും തിയേറ്ററിലേക്ക്. ആ രണ്ട് കൈ അങ്ങനെ വെച്ച് എങ്ങനെ മൊബൈൽ പിടിക്കും. ഓ ശരിയാണോ? ലോജിക് അപ്പൊ എങ്ങനെയെങ്കിലും പറ.
അതിന്റെ ഒരു അല്ലെങ്കിൽ പറയണ്ട. ഫൈനൽ ക്ലോഷർ ഡയറക്ടറിനെ ഇപ്പൊ കൊടുത്തിട്ട് നമുക്ക് അപ്പൊ ബൈ യെസ് പറഞ്ഞ് യെസ്. പിരിയാം. അല്ല ഒന്നുമില്ല, പടം നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും നല്ല കുറെ മെസ്സേജസും കുറെ ഫീഡ്ബാക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പം പടം തിയേറ്ററിൽ കാണുമ്പോഴുള്ള ഇമ്പാക്ട് വേറെ തന്നെ ആയിരിക്കും. അത് ശരിക്കും ഇത് വെറുതെ പറയുന്നതല്ല, ആക്ച്വലി തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്ത പടമാണ്. ആ ഒരു കമ്മ്യൂണൽ വ്യൂയിങ്ങിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത പടമാണ്. വിഷ്വലി ആണെങ്കിലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും അതിന്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാം ഇത് ബിഗ് സ്ക്രീനിൽ കാണുന്നതിന് പക്ഷെ മാക്സിമം ട്രൈ ചെയ്യും. അപ്പം തിയേറ്ററിൽ കണ്ടാൽ ബെസ്റ്റ് ഇമ്പാക്ട് കിട്ടും. ഓക്കെ. ഇനി ഈ പരിപാടിയുടെ അവസാന 2 വാക്കുകൾ പറയാനായിട്ട് കമ്മിറ്റിയുടെ ഉത്സവ കമ്മിറ്റി നടത്തിപ്പുകാരൻ ചെയർമാനുമായ നസ്ലിനെ വേണ്ടി നസ്ലിന് യെസ്. ഇല്ല, ഒത്തിരി ഒത്തിരി ഗാനമേളയൊക്കെ നടത്തുന്ന ആളെ പോലെ ഉണ്ട് നസ്ലിൻ. കോർഡിനേറ്റർ കോർഡിനേറ്റർ ഇല്ല, ഇത് ഒത്തിരി ഹാപ്പിയാണ് ഈ മൊമെന്റില്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഇട്ട എഫേർട്ടിനുള്ള റിസൾട്ട്സ് കിട്ടിത്തുടങ്ങുന്നുണ്ട് ഓൾറെഡി. അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നാണെങ്കിലും ഒത്തിരി സിനിമയിലുള്ള ഒത്തിരി പേരാണെങ്കിലും വിളിച്ച് നല്ല അഭിപ്രായവും അല്ലെങ്കിൽ മൊത്തത്തിൽ സിനിമ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പറയുന്നുണ്ട്. അപ്പൊ ആ എഫേർട്ട് പേ ഓഫ് ആവുന്നുണ്ട് എന്നുള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇനി അത് ഒത്തിരി ആളുകളിലേക്ക് സിനിമ എത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പൊ കുറച്ചുകൂടി ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആവും. അപ്പോ അതൊക്കെ തന്നെ ഉള്ളൂ പറയാൻ. അങ്ങനെ ഇത് തിയേറ്ററിൽ കാണുന്ന ഒരു മെമ്മറി ആയിരിക്കും എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ആക്ച്വലി പറയാ രണ്ടാമത് ഒന്നുകൂടി കണ്ടാൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ തമാശയല്ല, ഇത് ഞാൻ എന്റെ പടമായതൊന്നും പറയില്ല. ഇത് കുറച്ച് ഡെൻസ് ആണ്, ഈ പടം കുറച്ച് ഡെൻസ് ആണ്. അപ്പം കുറെ ഡീറ്റെയിൽസ് ആക്ച്വലി ഫസ്റ്റ് വ്യൂവിലും കിട്ടില്ല. അപ്പം അത് നിങ്ങൾക്ക് സെക്കൻഡ് വ്യൂവില് വീണ്ടും കൂടുതൽ ഇഷ്ടപ്പെടുള്ളൂ. ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് രണ്ടാമത് കണ്ടാൽ വീണ്ടും ഇഷ്ടപ്പെടും, കൂടുതൽ ഇഷ്ടപ്പെടും. അങ്ങനത്തെ സിനിമയാണ്, ഞാൻ ഗ്യാരണ്ടി പറയാം. അത് അഭി അന്ന് ഞാൻ വീട്ടിൽ നിന്ന് കണ്ട സമയത്തുള്ള ഫീൽ അല്ലേ ഞാൻ ഇപ്രാവശ്യം കണ്ടപ്പോ. ഇപ്പൊ നസ്ലിന്റെ ഫ്രണ്ടിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ സുജിയുടെ ക്യാരക്ടർ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് ഇന്ന് ഞാൻ കണ്ടപ്പോഴാണ്. അപ്പൊ ലേയേഴ്സ് സിനിമയ്ക്ക് ഉള്ളതുകൊണ്ട് ആ ഒരു സംഗതി ഉണ്ട്, നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അത് മാത്രല്ല, ഇതൊരു ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഈ സിനിമയുടെ കഥയിൽ ബൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര ഒരു മെമ്മറി ആയിരിക്കും. കുറെ കാലം കഴിഞ്ഞാൽ ഓർക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ആയിരിക്കും. ഇത് തിയേറ്ററിൽ പോയി ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതൊരു ഓർക്കാൻ പറ്റുന്ന മെമ്മറി ആയിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. അത് ഇനി അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞ എല്ലാവരുടെ കാര്യമല്ല പറയുന്നുണ്ടോ, ഈ സിനിമയുടെ കഥയിൽ കംപ്ലീറ്റ് ആയിട്ട് ബൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വിഭാഗത്തിന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു വലിയ വിഭാഗത്തിന് ഈ കഥ കണക്ട് ചെയ്യാൻ പറ്റും. ആ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അതൊരു ഭയങ്കര മെമ്മറി ആയിരിക്കും. ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് മിസ്സാവരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എന്നെ പടം വേണ്ടി പറയല്ല, ഇതില് ആ കഥയിൽ ആ സാധനം ഉണ്ട്, ആ ഒരു ഐറ്റം ഉണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കട്ടായോ? ഇല്ല, എനിക്കൊരു കോള് വന്നപ്പോ കോർഡിനേറ്ററിന്റെ ചെറിയൊരു പിഴവ്, ടെക്നിക്കൽ ഗ്ലിച്ച് വന്നപ്പോ. ഇതിന് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ദേഷ്യം വരും ചില സാധനങ്ങൾ കാണുമ്പോൾ, ചില ആൾക്കാർ അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പടം ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ ഇഷ്ടപ്പെടാത്തല്ല അവർക്ക് അത് ചിലപ്പോ ചില ആൾക്കാർക്ക് ദേഷ്യം വരും. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. എല്ലാവർക്കും ദഹിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പടവുമല്ല. അപ്പോ പക്ഷെ അത് ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോ തന്നെ അത് ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു റിസീവ് കിട്ടുമ്പോ തന്നെ അത് ഭയങ്കര ഹാപ്പിയാണ്. ഈ ഇഷ്ടപ്പെടാത്തവരോട് ഒന്നും സോറി, ഇനി അടുത്ത സിനിമകളിലൊക്കെ അല്ലെ. ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവാട്ടോ ആക്ച്വലി. കമ്പയർ ടു മുകുന്ദനുണ്ണി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കുറവാണ്. മുകുന്ദനുണ്ണിക്ക് 50% ആൾക്കാർ ഇഷ്ടപ്പെടാത്ത പറയുന്നത്, 50% വ്യൂവേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ആംഗിളാണ്. മുകുന്ദനുണ്ണിയുടെ സമയത്ത് നമ്മള് പക്ഷെ അതും എക്സ്പെക്ടഡ് ആയിരുന്നല്ലോ. അതും എക്സ്പെക്ടഡ്. പക്ഷെ ഞാൻ പറയുന്നത് അത് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. അപ്പം പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു വലിയൊരു വിഭാഗം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം എനിക്ക് വരുന്ന മെസ്സേജസും എനിക്ക് വരുന്ന കോൾസും ഒക്കെ അങ്ങനെയാണ്. സിനിമയിലുള്ളവർക്ക് മാത്രമല്ല, സിനിമ അല്ലാതെ തന്നെ വേറെ പല മേഖലകളിലുള്ളവർക്ക് പല രീതിയിൽ ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നിന്നിട്ട്
അത് അവർക്ക് അതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റാതെ പോകുന്ന, അല്ലെങ്കിൽ ഈ നമ്മളുടെ സിനിമയിൽ തന്നെ പറയുന്ന പോലെ പരാജയപ്പെട്ടവരാണല്ലോ കൂടുതലും. അപ്പൊ അവരിലേക്ക് അതെ, ഈ ലോകത്തിൽ കറക്റ്റ് ആയിട്ട് പരാജയപ്പെട്ടവരാണ് എത്തുന്നുണ്ട് കൂടുതലും. പടം. ആക്ച്വലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പടം അധികം ഡൈജസ്റ്റ് ആവണമെന്നില്ല. ഇഫ് യു നോ വാട്ട് ഐ മീൻ. അപ്പം അത് ഇല്ല, സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരും പരാജയപ്പെട്ടതായിരിക്കുമല്ലോ അല്ല ഞാൻ പറയുന്നത് പെട്ടെന്ന് സക്സസ്ഫുൾ ആവില്ല. അല്ലല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരു എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും, കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും ലൈഫിൽ, എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. ഒരു ജേണി ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അതെ 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 ഫെയിലിയർ ടേസ്റ്റ് ചെയ്യാത്ത ആൾക്കാരില്ലല്ലോ. അല്ല ഞാൻ ശരിക്കും. ഫെയിലിയർ അധികം, അതെ മനസ്സിലായി. കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ ഒരു വീണ്ടും പെട്ടെന്ന് സംസാരിച്ചൊരു ബാക്കിയവന്മാരോട് നേരിട്ട് പറയണത്. കാണിച്ചോടാന്നൊക്കെ. പെട്ടെന്ന് നസ്ലിന്റെ ക്യാരക്ടർ ഷിഫ്റ്റ് ആയി ഇങ്ങോട്ട്. വിനീത് മാധവൻ ഇങ്ങനത്തെ അതെ അതെ. ഇത് ഞാൻ എവിടെയോ ആ സാധനം വീണ്ടും അടിച്ച് മറ്റേ പാവം നസ്ലിൻ. ബിഫോർ. നസ്ലിൻ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു 3 മാസം? കുഴപ്പമില്ലല്ലോ അല്ലെ? അല്ല, അടിപൊളിയായിരുന്നു. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. കുട്ടിക്കാനം ലൊക്കേഷൻസ് ആണെങ്കിലും ഭയങ്കര നല്ല രസമുള്ള. എനിക്ക് മൊത്തത്തിൽ എനിക്കൊരു ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഫീലായിരുന്നു എനിക്ക് ഈ സിനിമ. എല്ലാം കൊണ്ടും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു. ഓഡിയൻസും എൻജോയ് ചെയ്യട്ടെ, ഓഡിയൻസും അതെ വരട്ടെ, തിയേറ്ററിലേക്ക് വരട്ടെ ഓഡിയൻസ്. അതെ അതെ. അതാണ് നമ്മുടെയൊക്കെ എല്ലാവരെയും ആഗ്രഹം. ആക്ച്വലി പടം ഒന്നുകൂടി എല്ലാവരോടും തിയേറ്ററിൽ വന്ന ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മള് അല്ലേ? നമ്മൾ ഏകദേശം 1 മണിക്കൂറായി ആൾക്കാരെ ഇരുത്തി ഇങ്ങനെ ആണോ? ആൾക്കാരൊക്കെ കുറെ പോയി തോന്നല്ലേ? അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. പോയിട്ടൊന്നുമില്ല. ആൾക്കാരൊക്കെ പോയി യു നെവർ നോ. ഇത് ലൈവിൽ ഉണ്ടായിരുന്ന ആളെന്റെ പകുതി വെച്ച് നൈസായിട്ട് പോയത് സംഗീതം പോയി. അതെ. റേഞ്ച് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ. അപ്പൊ എല്ലാവരോടും ലാസ്റ്റ് ആയിട്ടും ഇനി സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും ഇതുവരെ കണ്ട എല്ലാവരോടും ഒത്തിരി നന്ദി, അഭിപ്രായങ്ങൾ അറിയിച്ചവർക്കും ഒത്തിരി താങ്ക് യു. അപ്പോ ഇനിയും ഇതേപോലുള്ള നിങ്ങളുടെ ഈ അപ്രീസിയേഷൻസ് ആണ് ഇതേപോലെ സിനിമകൾ, ഇതേപോലെ പുതിയ കോണ്ടന്റുകൾ നമുക്ക് ചെയ്യാൻ ഇത് തരുന്നത്. അപ്പോ എല്ലാവരോടും വൺസ് അഗൈൻ താങ്ക് യു ഓൾ. താങ്ക് യു. യെസ്, എല്ലാവർക്കും അപ്പൊ താങ്ക് യു. നിങ്ങളോടും എല്ലാവരോടും താങ്ക് യു. ശരി. Thank you. അപ്പൊ ബൈ ശരി. ബൈ ബൈ. ബൈ.